ബാൻഡേജ് ഒക്കെ അങ്ങനെ കുറേ മൗത്ത് വാഷ് നല്ലത്. മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ അതിൻ്റെ കുറേ ബാക്ടീരിയസ് മിറ്റൊക്കെ പോകും, സ്മെല്ലൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് മോണരോഗം ഉണ്ടോ ശ്രദ്ധിക്കാം. മോണരോഗം ഉണ്ടോ അതിന് പെരിഡോണ്ടൈറ്റിസ് സംബന്ധിച്ച് ജിഞ്ചൈറ്റിസും പെരിഡോണ്ടൈറ്റിസും വ്യത്യാസമുണ്ട്. മോണയ്ക്ക് മാത്രമുള്ളതാണ് മോണയ്ക്ക് മാത്രമായിട്ട് ബാധിക്കും ജിഞ്ചൈറ്റിസ്. മോണ എല്ലും കൂടെ ബാധിക്കുന്നതാണ് പെരിഡോണ്ടൈറ്റിസ്. ഇതിനെ കൂടെ ബാധിച്ചിട്ടുണ്ടോ സംശയം. പല്ലിന്റെ കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പല്ലിന്റെ എന്താ പറയുന്ന ഈ വേദനയുടെ പ്രശ്നങ്ങളായിരുന്നു. ക്ലീനിങ് ചെയ്യാൻ എത്ര നാൾ കൂടുമ്പോഴാണ്? 6 മാസം കൂടുമ്പോ എല്ലാവരും ചെയ്യണോ അങ്ങനെ? അതോ എല്ലാവരും ചെയ്യണമെന്നാണ്. അപ്പോഴത്തേക്കും ഡെപ്പോസിറ്റ്സ് വരും. എല്ലാവരും ഒരു റെഗുലർ ക്ലീനിങ് 6 മാസം കൂടുമ്പോൾ ചെയ്യണം. അല്ലെങ്കിൽ മിനിമം ഒരു കൊല്ലം നിങ്ങൾ നോക്കും. ഐഡിയ റെക്കമെൻഡ് ചെയ്യുന്ന 6 മാസം ആണല്ലേ? അപ്പൊ ഞാൻ ചോദിക്കും, നമ്മുടെ ഈ പഴയ ആൾക്കാർ അതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ലേ ഇത്രയും കാലം? കക്ക എന്തായാലും വായും ഉണ്ടാവും. അവര് സത്യം പറഞ്ഞാൽ അങ്ങനെ കക്ക നമ്മുടെ എനിക്ക് തോന്നുന്നു പ്രായമായവരൊക്കെ പല നേരത്തെ പോകുന്നുണ്ട്. പിന്നെ ഈ ചിലർ ഇപ്പം ഉമിക്കരിയും മറ്റേതൊക്കെ നല്ലതല്ലേ, പ്രായം ചിന്തിക്കുമ്പോൾ അങ്ങനെ. പക്ഷെ ഉമിക്കരിയും മറ്റൊക്കെ ഭയങ്കര അഗ്രസീവ്. അതെന്ന് വെച്ചാൽ പ്രായം ഉള്ള ആൾക്കാർ ടെക്നിക്സ് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ അന്നുള്ള ഈ അഗ്രസീവ് ഉപയോഗിക്കുന്ന ചിലപ്പോൾ കക്ക വരണമെന്നില്ല. പക്ഷെ പല്ല് നല്ല തീരുമാനം വരും. ഉമിക്കരി ഉപയോഗിക്കുന്ന ഭൂരിഭാഗം പേഷ്യൻസിനെ കണ്ടുപിടിക്കുന്നുണ്ട്, പല്ല് നല്ല തീരുമാനം വന്നിട്ടുണ്ട്. അപ്പം ഇനാമില് പോകും. ഞാനത്തിന് അഡ്വൈസ് ഉപയോഗിക്കാം. ശരിക്കും ടൂത്ത് പേസ്റ്റ് ഈ സൈസിൽ ഉപയോഗിക്കാം. പിന്നെ ഈ കാണുന്നവരുടെ സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് വേണം നമ്മൾ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ക്ലോസിങ് ചെയ്യാം. ക്ലോസിങ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ചിലപ്പോൾ സ്പേസിങ് വരും. ക്ലോസിംഗിൽ അമിതമായിട്ട് ഉപയോഗിച്ച് ചെയ്യും. അപ്പോൾ ആഴ്ച 2 വട്ടമൊക്കെ മതി എൻ്റെ ഒരു കണക്കായിട്ടോ. പിന്നെ മൗത്ത് വാഷ് ആണെങ്കിൽ ആഴ്ച 2 വട്ടം മതി. കാരണം അതിൽ ഇമോഷൻസ് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ഡോക്ടേഴ്സും അതിനോട് അംഗീകരിക്കത്തില്ല. അത് ആഴ്ച 2 വട്ടം മതി. പക്ഷെ കിടപ്പ് രോഗികൾ മറ്റൊരു വേണമെങ്കിൽ ഓരോരുത്തരും ഓരോ രോഗികൾക്കനുസരിച്ച് കിടപ്പ് രോഗികൾ കാണുന്നത് അതൊന്നും പറ്റില്ല. അപ്പോൾ മൗത്ത് വാഷിന് പറ്റും. അപ്പം ബ്രഷിന് പോലും ചിലപ്പോൾ പറ്റാത്തവരുണ്ട്. അവർക്കൊന്നും പിന്നെ വേറെ നിവൃത്തിയില്ല. പക്ഷെ നമുക്ക് 2 വട്ടമൊക്കെ മതി. ക്ലോക്സിന് മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് എന്നുവെച്ചാൽ ക്ലോക്സിന് എന്ന് വെച്ചാൽ കെമിക്കൽ നെയിം. പിന്നെ ഓരോ ബ്രാൻഡുണ്ട്. ബ്രാൻഡ് അടിസ്ഥാനത്തിൽ കോൾഗേറ്റിന്റെ കുറേ ഉണ്ടല്ലോ. കോൾഗേറ്റിന്റെ അത് ക്ലോക്സിന്റെ ഓവർബി ഒക്കെയാണ്. ബാൻഡേജ് ഒക്കെ അങ്ങനത്തെ കുറേ മൗത്ത് വാഷ് ഉണ്ട് നല്ലത്. മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കുറേ ബാക്ടീരിയസ് മറ്റൊക്കെ ഉള്ളത് പോകും, സ്മെല്ലൊക്കെ അടിപൊളിയാണ്. ശേഷം 6 മണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കാം. ഇതൊരു കംപ്ലീറ്റ് എഫക്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ച് കഴുകണ്ടേ? അപ്പോൾ മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ട് മറ്റേ ഡൈലൂട്ട് ആക്കിയിട്ട് കുടിക്കാം. എന്നിട്ടൊന്ന് കുളിക്ക് കുഞ്ഞ് ഇതാക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് ഇതാക്കണ്ട, കുളിക്ക് കുഞ്ഞ് അങ്ങനെ വെക്കാം. പിന്നെ 6 മണിക്കൂറിന് ശേഷം ഒന്ന് വാങ്ങി കഴിക്കും. കുറച്ച് ഉപയോഗിക്കാം. ഇമോഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കൊക്കക്കോള മറ്റേതൊക്കെ ഉണ്ടാക്കുമ്പോഴേ കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് പല്ലിലെ കെമിക്കൽസ് അല്ല. കെമിക്കൽസ് ചെയ്യുമ്പോൾ പല്ലിൻ്റെ അകത്തും കെമിക്കൽസ് എന്ന് വെച്ചാൽ കാൽസ്യം പെറ്റേറ്റ് ക്രിസ്റ്റൽസ് ഒക്കെ അതിൻ്റെ അകത്ത് നിന്നുള്ള ലീച്ച് ഔട്ടാണ്. ക്രിസ്റ്റൽസ് മിനറൽസ് ലീച്ച് ഔട്ട് ആയിപ്പോൾ എന്ന് വെച്ചാൽ ഇറങ്ങിപ്പോരുമ്പോൾ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഫ്രൂട്ട്സിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അധികമായിട്ട് അസിഡിറ്റി ഉള്ളതും നമ്മളൊന്നും അധികം ഇരുമ്പുള്ളിയിട്ട് അമിതമായിട്ടൊന്നും കഴിക്കില്ല. പല്ലിന് എല്ലാത്തിനും ഇടാം. ഞാൻ പറഞ്ഞത് പല്ല് വൈറ്റമിൻ സി നല്ലതാണ് മോണയ്ക്ക്. പക്ഷേ മോണ നമ്മൾ പല്ല് ക്ലീൻ ചെയ്തതിനു ശേഷം അവിടെ മുറിവുകളുണ്ടാവും. അവിടേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ വൈറ്റമിൻ സി അങ്ങനെയുള്ള സംഭവം ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. അവിടെയുള്ള ക്ലോട്ടുകളൊക്കെ അനുഭവിച്ചുള്ള കാരണങ്ങളുണ്ടാവും. മനസ്സിലായി? അപ്പം തന്നെ നമ്മൾ നാരങ്ങകളൊക്കെ കുടിക്കുന്നു. അത് ടോൺസിലൈറ്റിസ് വന്നിട്ട് നമ്മൾ അതെനിക്ക് ഒന്ന് എന്തെങ്കിലും എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ടോൺസിലൈറ്റിസ് വന്നിട്ട് നമ്മൾ ഉടനെ തന്നെ വൈറ്റമിൻ സി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഓറഞ്ച് അത് അപ്പോഴേ കണ്ടിന്യൂ ചെയ്യും. കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കാം. നമ്മൾ ഈ വൈറ്റമിൻ സി വേണം. ഫൈബേഴ്സ് നമ്മൾ ഇതാ പറയുന്നത് നീറ്റിൽ വരുന്നു മോണയ്ക്ക്. ഈ മുളക് ചെല്ലുമ്പോൾ ചൂട് ചെല്ലുമ്പോൾ ഇങ്ങനെ മുണരാ വേദന, അത് ഈ മുണപ്പഴുപ്പിന്റെ പ്രശ്നം കൊണ്ടാണോ? ഇത് ഒന്നുകിൽ വൈറ്റമിൻ B12 കുറവുണ്ടായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് വല്ലതും കഴിക്കുക. അങ്ങനെ അൾസേഴ്സ് മാറ്റാനും പെട്ടെന്ന് അൾസർ വരുന്നത് ഭയങ്കര ജിഞ്ചിയുമ്പോൾ ഭയങ്കര തിക്നെസ് കുറയുന്നുണ്ട്. വൈറ്റമിൻ സി ആഹാരങ്ങളൊക്കെ കഴിക്കാം. അപ്പം കഴിക്കുമ്പോൾ നമുക്കത് ശരിയായിട്ട് വരും. പിന്നെ നമുക്ക് മോണരോഗം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മോണരോഗം ഉണ്ടോ അതിന് പെരിഡോണ്ടൈറ്റിസ് സംബന്ധിച്ച് ജിഞ്ചൈറ്റിസും പെരിഡോണ്ടൈറ്റിസും തമ്മിൽ വ്യത്യാസമുണ്ട്. മോണയ്ക്ക് മാത്രമുള്ളതാണ് മോണയ്ക്ക് മാത്രമായിട്ട് ബാധിക്കും ജിഞ്ചൈറ്റിസ്. മോണ എല്ലും കൂടെ ബാധിക്കുന്നതാണ് പെരിഡോണ്ടൈറ്റിസ്. എല്ലിനെ കൂടെ ബാധിച്ചിട്ടുണ്ടോ സംശയം. പിന്നെ പല്ലിന് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് ഡെന്റൽ കേരീസ് എന്ന് വെച്ചാൽ പല്ലിന് ദന്തക്ഷയം വരിക. പിന്നെ പല്ലിന്റെ പുകയ പ്രശ്നം അല്ലാതെ പുകയ പ്രശ്നങ്ങളുണ്ട് പല്ലിന്. അതെ അതെ. ദന്തക്ഷയം എന്ന് വെച്ചാൽ അത് എന്തായിരുന്നു ബാക്ടീരിയാസും പിന്നെന്താ ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ക്രമേണ അത് പിന്നീട് പല്ലില് അതിന് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. സ്ട്രെപ്റ്റോകോക്കസ് അങ്ങനെയുള്ള ബാക്ടീരിയസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് ആ ബാക്ടീരിയാസ് പിന്നീട് അതില് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ആസിഡ് ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല ഈ ടൂത്തിന്റെ അതിലെ മിനറൽസിനെ ഇതാക്കും, ലീച്ച് ഔട്ട് ആക്കി അവസാനം അതിന്റെ അകത്ത് ഇങ്ങനെ ക്രമേണ കൂടി ഇനാമൽ ഡെന്റയിന് പൾപ്പിലേക്ക് എത്തും. പൾപ്പിലേക്ക് എത്തുമ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യും. പൾപ്പിന്റെ അടുത്തെത്തുമ്പോൾ തന്നെ തണുപ്പുള്ളതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും വേദന വരും. പൾപ്പാണ് പല്ലിന്റെ ആത്മാവ്. ആത്മാവിൽ തൊടുന്ന എന്തും നമുക്ക് വേദന.
നമുക്ക് അങ്ങനെ അപ്പൊ ഓരോരുത്തർക്കും ഉണ്ടല്ലേ, കണ്ണാണേലും പല്ലാണേലും എല്ലാം ഉണ്ടല്ലേ. എന്ത് കേടാണെങ്കിലും ആത്മാവിനെ തൊടാതെ ആത്മാവിനെ തൊടാൻ സംഭവിച്ചു. മൊത്തം തൊട്ട് പോയെന്ന് തോന്നുന്നു, ആത്മാവിനെ തൊട്ടിട്ടുള്ള ഞാൻ എന്റെ മറ്റേ വീഡിയോ ഇല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചോദിച്ചിരുന്നു. ഞാൻ ഈ പറയുന്ന ടൈംസ് ഒക്കെ വളരെ അങ്ങനെ ഞാനിങ്ങനെ അന്ന് പറയില്ല, സമാധി അടയുക, ആക്സിറ്റി എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ സംഭവം. അത് ആത്മാവ്, ഞാൻ പല്ലിന്റെ ആത്മാവായിട്ട് പല്ലിനെ എടുത്ത് കളയും. എന്നിട്ട് നമ്മൾ സിമെന്റ് പോലത്തെ ഒരു സാധനം വെക്കും. അത് സിമെന്റ് എന്നല്ല, ഗട്ടപ്പച്ച എന്ന് പറഞ്ഞ കോൺസോട്ട് വെച്ചിട്ട് പിന്നെ കണ്ടൻസ് ചെയ്ത് വെച്ച് നമ്മൾ ഒബ്സർവേറ്റ് ചെയ്യാം. ഒന്നുമില്ല, ഒബ്സർവേഷൻ ഒന്നുമില്ല, അത് അടച്ച് നമ്മുടെ മുഴുവൻ സിമെന്റ് അങ്ങ് ഇറക്കി വെക്കും എന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് പിന്നെ നമ്മള് അതൊന്ന് സെറ്റ് ചെയ്ത് വൃത്തിയാക്കും. ആ സമാധി എന്നിട്ട് ബോഡി ഒന്ന് വൃത്തിയാക്കും. ബോഡിയിലെ രോമമൊക്കെ ഉണ്ടായിട്ട് കളഞ്ഞിട്ട് പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഒക്കെ ഇട്ട് നമ്മൾ സിമെന്റ് ഒക്കെ ഇട്ട് അതിന്റെ മണ്ടക്കൂടെ സിമെന്റ് ഇട്ട് വെക്കുന്നില്ലേ, അതുപോലെ എന്നിട്ട് ക്യാപ്പ് ഇട്ട് വെക്കും. ക്യാപ്പ് നമുക്ക് വേണമെങ്കിൽ താജ്മഹൽ വെക്കാം, നമുക്ക് മറ്റേത് വെക്കാം, സിമെന്റ് വെക്കാം, അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെക്കാം, നമുക്ക് ഏതാക്കാം, കാശുള്ള പോലെ നമുക്ക് മാറ്റാം. അത് അങ്ങനെ. പിന്നെ നമുക്ക് ഇതൊക്കെ എന്ന് വെച്ചാൽ പല്ലിന് ദന്തക്ഷയം വന്ന് പല്ല് കേട് വന്ന് പോകുമ്പോഴുള്ള പരിപാടികളാണ്. നമ്മൾ കൗൺ ഇടുക, ക്യാപ്പ് ഇടുക, കൗണെന്ന് ക്യാപ്പൊന്നും പറയാം, അടപ്പ് പോലെ വെക്കുക എന്നുള്ള. അതിടുന്ന അവസാനം ആണ് നമ്മൾ ഈ വേര് ചികിത്സ ചെയ്തിട്ടേ നമ്മൾ ഇടാം. ആ വേര് ചികിത്സ ചെയ്തിട്ടുണ്ടെങ്കിൽ ബെസ്റ്റാണ്. അല്ലാതെ ഇടുന്നവരുണ്ട്, പക്ഷെ വേര് ചികിത്സ ചെയ്തിട്ടാണ് എല്ലാവരും ഇടുന്നത്. വേര് ചികിത്സ ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് പെർമനന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട് പീഡി. അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഈ വെപ്പുകളില്ലേ, അത് എല്ലാവരും വിചാരം ഉള്ള ഒരൊറ്റ സെറ്റായിട്ട് വെപ്പൂല് വെക്കാം. അങ്ങനെയല്ല, നമുക്ക് ഒരു ട്യൂത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ട്യൂത്തിനടക്കം നമുക്ക് വെപ്പൂല് വെക്കാം. അങ്ങനെയുണ്ട്, നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ വെപ്പൂലിന്റെ കാര്യം പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അലൈനേഴ്സ് എന്ന് പറയുന്ന സാധനം കുറെ കുട്ടികൾക്ക് ഒരു 18 വയസ്സ് മുതലുള്ള ഒരു സൗന്ദര്യം ശ്രദ്ധിക്കുന്ന, ഏത് വയസ്സാണെങ്കിലും, അതായത് 12 വയസ്സ് മുതലുള്ള എത്ര വയസ്സുള്ളവർക്ക് നമുക്ക് കമ്പി ഇടുന്നതിന് ഒരു അലൈനർ ഇടാം. അലൈനേഴ്സിന് ഭയങ്കര പൈസയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള ഡ്രേസ് ആയിരിക്കും വരുന്നത്. അത് ഓരോ ആഴ്ചയായിട്ട് നമ്മൾ ഓരോ ഡ്രേസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് പോകാം. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു സെറ്റ് ഓഫ് മോഡൽസ് ആഴ്ചയിലുള്ള ഓരോ മാസത്തിനും ഓരോ പീരീഡിലായിട്ടായിരിക്കും, പർട്ടിക്കുലർ പീരീഡിലായിട്ടായിരിക്കും അത് തരുന്നത് കേട്ടോ. ഒരു കൊല്ലത്തേക്കുള്ള ട്രേ നമുക്ക് നേരത്തെ തരും. ഡ്രേസ് നമ്മളിങ്ങനെ ഹാർഡ് മീഡിയം അങ്ങനെ ഓരോ ഡ്രേസിനും ഓരോ ഇതുണ്ട്. അപ്പം നമ്മൾ അത് പക്ഷെ ഇട്ടില്ലെങ്കിൽ പ്രശ്നമാവും. പക്ഷെ ഇട്ടിട്ട് നമ്മൾ ചേഞ്ചസ് വരുത്തി അവസാനം ആകുമ്പോഴത്തേക്കും വരുന്ന നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു ഉദ്ദേശിച്ച ആ രീതിയിൽ നമ്മൾ തന്നെ പേഷ്യന്റ് തന്നെ എല്ലാം ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ അതിന്റെ അത്ര വന്ന് കമ്പി ഇടുന്ന ഒരു പ്രശ്നമില്ല. കമ്പി എല്ലാവരും പറയില്ല, ചിലപ്പോൾ ഒറ്റക്കമ്പി മാത്രം ഇട്ടാൽ മതി. നമുക്ക് ഈ കമ്പി മുത്ത് പിടിപ്പിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ മുത്ത് പിടിപ്പിച്ച കമ്പി ഇട്ടതിന് ശേഷം നമ്മൾ ഒറ്റക്കമ്പി ഇടും. എല്ലാവരും വിചാരം ഒറ്റക്കമ്പി ഇടുന്ന കേസുണ്ട്, ചെറിയ ആക്ഷൻസ് ഒക്കെ ആണെങ്കിൽ. പക്ഷെ ഭൂരിഭാഗം കേസിലും മുത്ത് കമ്പി ഇട്ടിട്ട് ഞാനിപ്പോ ഇതിനകത്ത് ഇങ്ങനെ എക്സ്പെർട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ നമ്മൾ അറിവ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വേറെ ഒരു കാര്യങ്ങളെ പറ്റി ഇപ്പൊ സംസാരിക്കാൻ പറ്റും, അത് സന്തോഷം. അപ്പൊ ഞാൻ പറയാം, എല്ലാവരും നമ്മളെ പറ്റി നല്ലത് പറയത്തില്ല. നമ്മളെ പറ്റി ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയായിരിക്കും, അത് അവരുടെ രീതിയിൽ അവർക്കെതിരെയുള്ള തെറ്റായിട്ടായിരിക്കും. അപ്പം നമ്മൾ നിൽക്കുന്ന ശരിയിൽ നമ്മൾ വിശ്വസിക്കുക, നമുക്ക് തെറ്റ് അല്ലെ. എന്നെ ഞാൻ അവിടുന്ന് നമുക്ക് വീഡിയോ ചെയ്യാമെന്നായിരുന്നു. പക്ഷെ എനിക്ക് ഇതും കൂടി പറയണം തോന്നി. കാര്യം എന്ന് വെച്ചാല് നമ്മള് ആദ്യമായിട്ടാണ് കണ്ടിട്ട് മാം എന്നിട്ട് രണ്ടാമത്തെ വട്ടം വന്നിട്ട് മാം ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ എനിക്ക് പിന്നെ അങ്ങനെ വീഡിയോ ആയി. അപ്പോൾ അതിൽ നല്ല അഭിപ്രായം വന്നു. അപ്പൊ ആൾക്കാർക്ക് ഇനിയും തോന്നുന്നു നമ്മളിനി പരിചയം, കാരണം ആലപ്പുഴ കിടക്കുന്നതും ആലപ്പുഴ കിടക്കുന്ന ആളും തമ്മിൽ ഒരു പരിചയമില്ല. പെട്ടെന്ന് അങ്ങനെ ഉണ്ടായ കാര്യം ഇടപെടലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല ഇടപെടൽ എനിക്ക് കിട്ടി. അപ്പോഴാണ് ഞാൻ ഇത് കൊള്ളാലോ, ഇങ്ങനെ ആയിരിക്കും ഡോക്ടർ എന്ന് എനിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നത്. അപ്പൊ ഞാൻ നല്ലത് കണ്ടപ്പോൾ ഞാൻ നല്ലത് പറഞ്ഞു, അതേ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പൊ എനിക്ക് തോന്നിയത് വീഡിയോ എന്തായാലും ഞാൻ പല്ലിന്റെ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ വീഡിയോ ആയിട്ട് അല്ല, ക്യാമറയുടെ സെറ്റൊക്കെ ആയിട്ട് പോയി, സ്റ്റാൻഡൊക്കെ ആയിട്ട് പോയി, അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ സമ്മതിക്കുവാണെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിൽ. അങ്ങനെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞെടുത്തു, ഒരു കുഴപ്പമില്ല. അതെല്ലാം സന്തോഷം, എനിക്ക് സന്തോഷമല്ല, എനിക്കൊരു സന്തോഷം. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നതിനും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിനും ഒത്തിരി നന്ദി. അപ്പോൾ ഇതിൻ്റെ തുടർ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വരുന്നത് വരെയും ടാറ്റാ.